ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിലെ അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്ന ആളാണോ നിങ്ങൾ? എന്നിട്ടും ചില ദിവസങ്ങളിൽ സിങ്കിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെടാറുണ്ടോ? പലരും കരുതുന്നത് സിങ്ക് മലിനമായതുകൊണ്ടാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നം പലപ്പോഴും സിങ്കിന്റെ ഉള്ളിലോ ഡ്രെയിൻ പൈപ്പിലോ അടിഞ്ഞുകൂടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ, എണ്ണ, സോപ്പ് എന്നിവയാണ്. ഇവ ദിവസങ്ങൾ കഴിയുന്തോറും ബാക്ടീരിയ വളരാൻ കാരണമാകുകയും പിന്നീട് ദുർഗന്ധമുണ്ടാകുകയും ചെയ്യാം. നല്ല വാർത്ത എന്താണെന്നാൽ, വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ ഉപയോഗിച്ച് ആഴ്ചയിലൊരിക്കൽ മാത്രം കുറച്ച് സമയം ചെലവഴിച്ചാൽ ഈ പ്രശ്നം വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ സമയം കളയാതെ ടിപ്സിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1: ഭക്ഷണ അവശിഷ്ടങ്ങൾ സിങ്കിലേക്ക് തള്ളരുത്. പാത്രങ്ങൾ കഴുകുന്നതിന് മുമ്പ് അതിലുള്ള വലിയ ഭക്ഷണ കഷ്ണങ്ങൾ ഡസ്റ്റ്ബിന്നിലേക്ക് കളയുക. ചെറിയ അരിക്കണങ്ങളോ കറിയുടെ അവശിഷ്ടങ്ങളോ പോലും ദിവസങ്ങളോളം അടിഞ്ഞുകൂടുമ്പോൾ ദുർഗന്ധത്തിന് കാരണമാകും. അതിനാൽ ആദ്യം പ്ലേറ്റുകൾ ഒന്ന് തുടച്ചതിന് ശേഷമാണ് സിങ്കിൽ കഴുകാനിടേണ്ടത്. ടിപ്പ് നമ്പർ 2: സിങ്കിലെ സ്ട്രെയിനർ ദിവസവും പരിശോധിക്കുക. മിക്ക സിങ്കുകളിലും ചെറിയ സ്ട്രെയിനർ അല്ലെങ്കിൽ ഫിൽട്ടർ ഉണ്ടാകും. അതിൽ ഭക്ഷണകണങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് സാധാരണമാണ്. ഓരോ ദിവസവും രാത്രി അതെടുത്ത് വെള്ളത്തിൽ കഴുകിയാൽ ദുർഗന്ധം കുറയ്ക്കാൻ സഹായിക്കും. ആഴ്ചയിലൊരിക്കൽ ബ്രഷ് ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുകയും ചെയ്യുക. ടിപ്പ് നമ്പർ 3: ചൂടുവെള്ളമൊഴിക്കുക. ആഴ്ചയിലൊരിക്കൽ ഒരു വലിയ പാത്രം ചൂടുവെള്ളം പതുക്കെ സിങ്കിലൂടെ ഒഴിക്കുക. പൈപ്പിന്റെ ഭിത്തികളിൽ ഒട്ടിക്കിടക്കുന്ന എണ്ണയും കൊഴുപ്പും ഇളകി ഒഴുകിപ്പോകാൻ ഇത് സഹായിക്കും. വളരെ തിളച്ച വെള്ളം ആവശ്യമില്ല, സാധാരണ ചൂടുവെള്ളം മതി. ടിപ്പ് നമ്പർ 4: ബേക്കിംഗ് സോഡയും വിനാഗിരിയും 1/2 കപ്പ് ബേക്കിംഗ് സോഡ സിങ്കിലേക്കിടുക. ശേഷം അതിലേക്ക് 1/2 കപ്പ് വെളുത്ത വിനാഗിരി ഒഴിക്കുക. കുറച്ചുനേരം നുര ഉയരുന്നത് സാധാരണമാണ്. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ കാത്തിരിക്കുക. ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കഴുകുക. ഇത് ചെറിയ അഴുക്കുകൾ ഇളക്കാനും ദുർഗന്ധം കുറയ്ക്കാനും സഹായിക്കും. ടിപ്പ് നമ്പർ 5: എണ്ണ ഒരിക്കലും സിങ്കിലേക്ക് ഒഴിക്കരുത്. പാചകം കഴിഞ്ഞ് ബാക്കിയാകുന്ന എണ്ണ നേരിട്ട് സിങ്കിലേക്ക് ഒഴിക്കുന്ന ശീലം പല വീടുകളിലുമുണ്ട്. എന്നാൽ അത് തണുത്താൽ പൈപ്പിൽ ഒട്ടിപ്പിടിക്കുകയും പിന്നീട് അഴുക്കും ബ്ലോക്കും ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. എണ്ണ ഒരു കുപ്പിയിലോ പേപ്പറിലോ ശേഖരിച്ച് ശരിയായ രീതിയിൽ കളയുന്നതാണ് നല്ലത്. ടിപ്പ് നമ്പർ 6: ഈ സാധനങ്ങളും സിങ്കിലേക്കിടരുത്. ചായപ്പൊടി, കാപ്പിപ്പൊടി, മാവ്, അരി, മുട്ടത്തോട് ഇവയെല്ലാം പൈപ്പിൽ കുടുങ്ങി പിന്നീട് ദുർഗന്ധത്തിനും ബ്ലോക്കിനും കാരണമാകാം. ടിപ്പ് നമ്പർ 7: സിങ്കിന്റെ ചുറ്റും വൃത്തിയായി സൂക്ഷിക്കുക. സിങ്ക് മാത്രം വൃത്തിയാക്കിയാൽ പോരാ, സിങ്കിന്റെ അരികുകളും ടാപ്പും സോപ്പ് സ്റ്റാൻഡും ഇടയ്ക്കിടെ തുടച്ച് വൃത്തിയാക്കുക. ഈ ഭാഗങ്ങളിൽ ഈർപ്പം കൂടിയാൽ പൂപ്പലും ദുർഗന്ധവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടിപ്പ് നമ്പർ 8: രാത്രി സിങ്ക് ഉണക്കുക. ദിവസത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ ശേഷം സിങ്ക് ഒരു തുണി ഉപയോഗിച്ച് തുടച്ചുണക്കുക. ഈ ചെറിയ ശീലം ബാക്ടീരിയ വളരുന്നത് കുറയ്ക്കാനും സിങ്ക് എപ്പോഴും പുതിയതുപോലെ കാണാനും സഹായിക്കും. ടിപ്പ് നമ്പർ 9: മാസത്തിലൊരിക്കൽ പൈപ്പ് പരിശോധിക്കുക. സിങ്കിൽ വെള്ളം പതുക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്കിന്റെ തുടക്കമാകാം. ഇത്തരം ലക്ഷണങ്ങൾ അവഗണിക്കാതെ നേരത്തെ തന്നെ വൃത്തിയാക്കിയാൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇന്ന് പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പതിവാക്കിയാൽ സിങ്കിൽ നിന്ന് വരുന്ന ദുർഗന്ധം കുറയ്ക്കാനും അടുക്കള കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കാനും സഹായിക്കും. ഓർമ്മിക്കൂ, വലിയ ചെലവുള്ള ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ചെറിയ നല്ല ശീലങ്ങളാണ് കൂടുതൽ ഫലപ്രദമാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ കിച്ചൺ ടിപ്സ്, ക്ലീനിംഗ് ഐഡിയാസ്, ഗാർഡൻ ടിപ്സ് എന്നിവയ്ക്കായി ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.